2014 ജൂലൈ 13 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ശ്യാമപ്രസാദുമായുള്ള അഭിമുഖം. കല്ലുകൊണ്ടൊരു പെണ്ണ് ഇടയ്ക്ക് വെച്ച് മുടങ്ങാനും താങ്കൾ തന്നെ അതിനെ വേണ്ടത്ര പരിഗണിക്കാതെ മാറ്റിവെക്കാനുമുണ്ടായ സാഹചര്യം വ്യക്തമാക്കാമോ? കല്ലുകൊണ്ടൊരു പെണ്ണിന്റെ മൂലകഥ എസ്.എൽ. പുരം സദാനന്ദന്റെ നാടകമായിരുന്നു. അതിലെ കഥ വളരെ പ്രസക്തമായിരുന്നു. ഗൾഫ് യുദ്ധത്തിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയ ഒരു നേഴ്സ് അവർ അഭിമുഖീകരിച്ച യഥാർത്ഥ യുദ്ധത്തെക്കാളും ഭീകരമായ ഒരു ആന്തരിക യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവസ്ഥ. ഒരുപക്ഷെ ഞാൻ ആദ്യമായി സിനിമയെ സമീപിക്കുമ്പോൾ ഉണ്ടായ പരിചയക്കുറവ് കാരണമായിരിക്കാം. പിന്നെ ജീവിതത്തിൽ ജോലിയെ സംബന്ധിക്കുന്ന അരക്ഷിതാവസ്ഥ അന്നുണ്ടായിരുന്നു. ആ സമയത്ത് സാമ്പത്തികമായുള്ള ബാധ്യതകൾ, കടങ്ങളും മറ്റും ഉണ്ടായിരുന്നു. അത്തരമൊരവസ്ഥ പലപ്പോഴും മനുഷ്യനെ സമരസപ്പെടാൻ നിർബന്ധിതനാക്കും. ആ സിനിമയുടെ തിരക്കഥ തന്നെ പലതവണ മാറ്റി എഴുതപ്പെട്ടു. ആദ്യം എസ്.എൽ. പുരം തന്നെ തിരക്കഥ എഴുതി. പക്ഷേ എഴുതി വന്നപ്പോൾ അതൊരു നാടകം മാത്രമായി എനിക്ക് തോന്നി. ഞാൻ ഉദ്ദേശിക്കുന്ന സിനിമയുടെ ശൈലിയിലേക്ക് അത് വന്നില്ല. പിന്നീട് 2-3 എഴുത്തുകാർ അതിൽ കൈവച്ചപ്പോൾ എസ്.എൽ. പുരത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടായി. ആ സിനിമയുടെ കഥാപാത്ര നിർണയത്തിനും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിജയശാന്തിയാണ് നായിക. അവരുടെ ആക്ഷൻ ഹീറോ എന്നുള്ള ഇമേജ് സിനിമയിലെ ശക്തിയായ സ്ത്രീയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇടിക്കൂട്ടിലെ ശക്തിയായിരുന്നില്ല, ആന്തരികമായ ശക്തിയാണ്. അത് വിജയശാന്തിയെ മനസ്സിലാക്കി കൊടുക്കാൻ ഏറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വിജയശാന്തിയിലേക്ക് പോയത് സംവിധായകനായ താങ്കളല്ലേ? അങ്ങനെയല്ല. വിജയശാന്തിയെ നായികയാക്കിയ ഒരു ചിത്രം, അതായിരുന്നു ബ്രീഫ്. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. ഒരു സിനിമ ഒരുക്കുമ്പോൾ അതിൻ്റെ വ്യാപാര സാധ്യതകളും പരിഗണിക്കപ്പെടുന്നുണ്ട്. ചില സിനിമകളിൽ അതിന് മുൻകൈ വന്നുപോയേക്കാം. അതാണിവിടെ സംഭവിച്ചത്. താരത്തിന് മുന്നിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നോ? ഇപ്പോൾ ആലോചിക്കുമ്പോൾ തമാശ തോന്നുന്ന ഒരു രംഗം വിശദീകരിക്കാം. കല്ലുകൊണ്ടൊരു പെണ്ണിൻ്റെ ലൊക്കേഷനിലേക്ക് വിജയശാന്തി വരുന്നതിന് മുൻപ് പ്രൊഡ്യൂസർ എൻ്റെ അരികിലേക്ക് വന്നു. വിജയശാന്തി വരുമ്പോൾ വലിയ സിനിമയുടെ പ്രൗഢി കാണിക്കുന്ന വിധത്തിലുള്ളൊരു ഷോട്ട് പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അവർ കയറി വരുമ്പോൾ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം ട്രോളിയിൽ ഒരു മാസ്റ്റർ ഷോട്ട് അറേഞ്ച് ചെയ്തു. ഇത്തരത്തിലുള്ള ഫലിത നാടകങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നല്ല സിനിമ ഉണ്ടാവുക? വിജയശാന്തി വന്നതാവട്ട് തെലുങ്ക് സിനിമയിലെ പോലെ മേക്കൊക്കെ ചെയ്താണ്. സിനിമയിലെ കഥാപാത്രം ഗൾഫ് യുദ്ധഭൂമിയിൽ നിന്നും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഓടി വന്നയാളാണ്. ഈ ഷോട്ട് തുടങ്ങും മുൻപ് ഞാൻ പ്രൊഡ്യൂസറോട് ഇത് ശരിയാവില്ല, എനിക്കവരെ കഥാപാത്രമായി കാണാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കുഴപ്പമില്ല, ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ, നമുക്ക് നാളെ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രൊഡ്യൂസർ രംഗം തണുപ്പിക്കാൻ ശ്രമിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. ഞാൻ കാണുന്ന കഥാപാത്രം ഇതാണ്, അവരുടെ ജീവിത സാമൂഹിക സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അഭിനയശൈലി ഇതാണ്. അപ്പോൾ അവർ എന്നെ മനസ്സിലാക്കി. ഒരു ഡയറക്ടർക്ക് പ്രാഥമികമായി വേണ്ടത് എൻ്റെ സിനിമ ഇതാണ്, എൻ്റെ കഥാപാത്രം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഇന്നതൊക്കെയാണ് എന്ന് ഏത് സ്റ്റാറിനോടും പറയാനുള്ള കഴിവും തൻ്റെടവുമാണ്. കല്ലുകൊണ്ടൊരു പെണ്ണിൻ്റെ സമയത്ത് പലപ്പോഴും എനിക്ക് ആ കഴിവ് വേണ്ടത്ര പ്രകടിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് താങ്കൾ പ്രജാപതി എന്നൊരു സിനിമയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. മമ്മൂട്ടിയെ നായകനാക്കി. പക്ഷേ അത് മുടങ്ങി. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? മലയാറ്റൂർ രാമകൃഷ്ണന്റെ 5 സെന്റ് എന്ന നോവലാണ് പ്രജാപതിയുടെ കഥാതന്തു. 5 സെന്റ് ഭൂമിക്ക് വേണ്ടി ഒരു മനുഷ്യൻ നടത്തുന്ന പോരാട്ടം. അന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള നല്ലൊരു കണ്ണാടിയാവുമായിരുന്നു ആ സിനിമ. മമ്മൂട്ടിയെ നായകനാക്കി നിശ്ചയിച്ചു. സിനിമയുടെ പൂജ പോലും കഴിഞ്ഞു. നിർഭാഗ്യവശാൽ അന്ന് ഡിസ്ട്രിബ്യൂട്ടർ ശരിയായില്ല. ഇന്നത്തെ സാറ്റലൈറ്റ് പോലെയാണ് അന്ന് ഡിസ്ട്രിബ്യൂട്ടർ. മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടിയില്ലേ? എന്താ അതിശയം! മമ്മൂട്ടി മാത്രമല്ലല്ലോ ആ സിനിമയിലെ ഘടകം. മമ്മൂട്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരത്തിന്റെ വാണിജ്യം മൂലം മാത്രമല്ലേ. പ്രമേയം, സംവിധായകന്റെ ഫിലിമോഗ്രഫി, അഭിരുചികൾ, മറ്റ് താരങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചേ കച്ചവടം നടക്കൂ. അന്നും ഇന്നും. ആ സിനിമയുടെ നിർമ്മാതാവ് ഇപ്പോൾ സംവിധായകനായ MG ശശിയായിരുന്നു. VK ശ്രീരാമനും ആ സിനിമ നടക്കാനായി ഉത്സാഹിച്ച ആളാണ്. സിനിമ വിതരണം ചെയ്യാനുള്ള സ്രോതസ് ഉയർന്നു വരാതിരുന്നപ്പോൾ ആ പ്രൊജക്റ്റ് മുടങ്ങുകയായിരുന്നു. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസവും സിനിമയാക്കുന്നതിന് വേണ്ടി താങ്കൾ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് സംഭവിക്കുന്നില്ല. എന്തായിരുന്നു അവിടെ തടസ്സം? വിജയേട്ടൻ അച്ഛൻ്റെ സുഹൃത്താണ്. പാലക്കാട്ട് വെച്ച് നേരിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. സംസാരിച്ചപ്പോൾ അദ്ദേഹം സമ്മതം മൂളി. പക്ഷേ നിർഭാഗ്യവശാൽ ആ കഥയും പ്രൊഡക്ഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്നിയും മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകനിലായി അവകാശങ്ങൾ. അദ്ദേഹം ഖസാക്കിന്റെ ഇതിഹാസം സിനിമയാക്കുന്നതിൽ തർക്കമുന്നയിച്ചു. സിനിമയാക്കേണ്ടതില്ല എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു.
എനിക്ക് വേണമെങ്കിൽ അതുമായി മുന്നോട്ട് പോവാമായിരുന്നു. കാരണം വിജയേട്ടൻ എഴുതിയിട്ടുള്ള 2 കത്തുകൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാവുമ്പോൾ 10-15 വർഷം നീണ്ടു നിൽക്കുന്ന വ്യവഹാരത്തിലേക്ക് അത് വഴുതി വീഴുമായിരുന്നു. കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഞാൻ അതങ്ങ് വിട്ടു. 2 സിനിമകൾക്ക് തടസ്സം നേരിട്ട താങ്കൾ പിന്നീട് ഇംഗ്ലീഷ് സിനിമയിലേക്ക് തിരിഞ്ഞു. എങ്ങനെയായിരുന്നു ആ സംരംഭത്തിലേക്ക് എത്തിയത്? ബോട്രു എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ഗംഗാപ്രസാദ് വിമൽ എന്ന ഹിന്ദി എഴുത്തുകാരൻ്റെ വ്യാഘ്രം എന്ന നോവലായിരുന്നു പ്രചോദനം. ഈ എഴുത്തുകാരനെക്കുറിച്ച് എന്നോട് പറയുന്നത് സക്കറിയ ആണ്. രസകരമായ രീതിയിൽ ആന്ത്രപ്പോളജിക്കൽ അഡ്വഞ്ചർ ബിംബങ്ങൾ കോർത്തിണക്കിയാണ് ആ നോവൽ സംബന്ധിക്കുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്തത് ഡോക്ടർ MBS പ്രസാദ് ആണ്. അമേരിക്കയിലുള്ള വ്യവസായിയാണ് അദ്ദേഹം. അമേരിക്കയിൽ വെച്ചും കർണാടകയിലെ ഹംപി, ഹിമാലയത്തിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു ഷൂട്ടിംഗ്. വിനീത്, നന്ദനാസൻ, ഇന്ന് വളരെ പ്രശസ്തനായ ഇർഫാൻ ഖാൻ തുടങ്ങിയവരൊക്കെ അതിൽ അഭിനയിച്ചു. ഉന്നതമായ സാങ്കേതിക ഘടകങ്ങളൊക്കെ അണിനിരന്നിട്ടുണ്ടെങ്കിലും ഈ സിനിമയും എനിക്ക് പൂർണ്ണമായും സംതൃപ്തി നൽകാത്ത ഒന്നാണ്. ഇന്ത്യയിൽ ആ സിനിമ റിലീസ് ചെയ്യാൻ സാധിച്ചില്ല. അകലെ അതിജീവിതത്തിനായി വെമ്പുന്ന ഒരമ്മയുടെയും മക്കളുടെയും കഥ, അവരുടെ മാനസിക വ്യാപാരങ്ങൾ. അകലയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? പഠനകാലത്ത് എന്നെ എൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിരുന്ന ടെന്നസി വില്യംസിൻ്റെ ഗ്യാസ് മാനേജർ എന്ന പ്രശസ്തമായ നാടകത്തെ ഉപയോഗിച്ച് ലോറ എന്നൊരു നാടകം അന്ന് ഒരുക്കിയെടുത്തു. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒന്ന്. അതിനെ പിൻപറ്റിയാണ് അകലെ എന്ന സിനിമ യാഥാർത്ഥ്യമാക്കുന്നത്. ഒരു അണുകുടുംബത്തിലെ പളുങ്കുപോലുള്ള എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാവുന്ന ജീവിത മുഹൂർത്തങ്ങൾ. ടോം ജോർജ് ആണ് ആ സിനിമ നിർമ്മിച്ചത്. ഷീല, പൃഥ്വിരാജ്, ഗീതു മോഹൻദാസ് എന്നിവരൊക്കെ അഭിനയിച്ചു. താങ്കളുടെ സിനിമകളുടെ ചിത്രീകരണ സ്ഥലങ്ങൾ വ്യത്യസ്തമായി തിരഞ്ഞെടുക്കുന്നവ പോലെ തോന്നുന്നു. അകലെയിലോ ആംഗ്ലോ ഇന്ത്യൻ പശ്ചാത്തലത്തിന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോയില്ല. അഗ്നിസാക്ഷിക്ക് ആവശ്യമായ നമ്പൂതിരി ഇല്ലം തേടി വള്ളുവനാട് തേടി പോയില്ല. ലൊക്കേഷനുകൾ വ്യത്യസ്തമാക്കുന്നതിലൂടെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? നമ്മളിരിക്കുന്ന ഓരോ സ്ഥലവും ഓരോ വികാരങ്ങളാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ പ്രകടമായി നമ്മെ അത് സ്വാധീനിക്കും, ചിലപ്പോൾ അറിയാൻ സാധിക്കുന്നില്ലെന്ന് മാത്രം. കണ്ണൂരായിരുന്നു അകലെയുടെ ലൊക്കേഷൻ. സാധാരണ ആംഗ്ലോ ഇന്ത്യൻ പശ്ചാത്തലമെന്ന് പറയുമ്പോഴേക്കും ഫോർട്ട് കൊച്ചിയിലേക്ക് ഓടിപ്പോകുന്ന ഒരു നടപ്പ് സമ്പ്രദായമുണ്ട് സിനിമയിൽ. എന്നാൽ അതിൽ നിന്ന് ഒരു വ്യത്യസ്തത വേണമെന്ന് കരുതിയാണ് കണ്ണൂർ തിരഞ്ഞെടുത്തത്. അഗ്നിസാക്ഷിയിലും ഞാൻ അത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തിരുന്നു. സാധാരണ നമ്പൂതിരി സമുദായത്തെപ്പറ്റി പറയുമ്പോൾ വള്ളുവനാട്ടിൽ വെച്ച് ചിത്രീകരിക്കണം എന്നൊരു ബോധമാണ് സിനിമാ പ്രവർത്തകരുണ്ടാവാറുള്ളത്. അഗ്നിസാക്ഷിയുടെ ഭൂമിശാസ്ത്രം മധ്യ തിരുവിതാംകൂറാണെന്നാണ് ഞാൻ സങ്കല്പിച്ചത്. അതിനാൽ വള്ളുവനാട്ടൈസ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയുകയും പിറവത്ത് വെച്ച് ഷൂട്ട് ചെയ്യുകയുമായിരുന്നു. അവിടെയുള്ള ആളുകളുടെ ഭാഷ, അവിടുത്തെ പ്രകൃതി, കെട്ടിടങ്ങൾ, വഴികൾ ഇതൊക്കെ വ്യത്യാസമുള്ളതാണ്. അത് സിനിമയുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കും. അകലെ കണ്ണൂർ ബെർണസ്ലേരി, പയ്യാമ്പലം ബീച്ച്, ആറോൺ സാഹിബിൻ്റെ ബംഗ്ലാവ് അവിടെയൊക്കെ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തത്. അരികെ എന്ന സിനിമ ചെയ്തപ്പോൾ കോഴിക്കോട് വെച്ച് ചിത്രീകരിക്കാൻ തയ്യാറായതും അത്തരത്തിലുള്ളൊരു പരിസരത്തിൻ്റെ ഊർജം സിനിമയിൽ പ്രസരിക്കാൻ വേണ്ടിയായിരുന്നു. ഷീലയെ വ്യത്യസ്തമായ ഗെറ്റപ്പിൽ അകലയിലേക്ക് താങ്കൾ കൈപിടിച്ചാനയിക്കുന്നു. അകലയുടെ ചിത്രീകരണ അനുഭവങ്ങൾ? ഷീലയെപ്പോലുള്ളൊരു അഭിനേത്രിയെ അകലയിലേക്ക് കൊണ്ടുവന്നത് വലിയ കാര്യമായാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്തെ കഥാപാത്രം ഒരേ സമയം ചിരിയും കണ്ണീരും പകരുന്നുണ്ട്. ആ അമ്മയുടെ ചെയ്തികൾ ഒരു കണക്കിന് നോക്കുമ്പോൾ പരിഹാസ്യമാണ്. പക്ഷേ മക്കളെ സംരക്ഷിക്കുന്നതിനുള്ള വ്യഗ്രതയിൽ അവരുടെ മുന്നോട്ടു പോക്കിനെ ആഴത്തിൽ നിരീക്ഷിക്കുമ്പോൾ അവർ വല്ലാത്തൊരു സങ്കടമുണർത്തുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അവരിൽ നിന്നുണ്ടാവുന്ന അതിഭാവുകാരിത്വങ്ങളും ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവ വൈചിത്ര്യങ്ങൾക്ക് വളരെ യോജിച്ചതായിരുന്നു. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ലൊക്കേഷനിലെ ഒരു ബെഞ്ചിൽ ആ അമ്മയുടെ വേഷവും മേക്കപ്പും ഇട്ട് അവർ കിടന്നുറങ്ങുകയാണ്. പ്രായത്തിൻ്റെ ചുളിവുകൾ ആ ഉറക്കത്തിൽ വരെയുണ്ട്. അവർ ഒരു താരറാണിയായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ളൊരു താരറാണി നമ്മുടെ സിനിമയിലില്ല. പക്ഷേ അവരിപ്പോൾ ഒരു പഴയ മുറിയുടെ ഒരു മൂലയിൽ ചേർത്ത് വെച്ച ബെഞ്ചുകളിൽ കിടന്ന് ഉറങ്ങുകയാണ്. മേക്കപ്പുകളൊന്നുമില്ലാത്ത ഒരു നടിയുടെ ജീവിതത്തെ ആ ഉറക്കത്തിൽ എനിക്ക് കാണാൻ സാധിച്ചു. ഒരേ കടലിൻ്റെ നിർമ്മാതാവ് വിന്ധ്യൻ താങ്കളുടെ കൂടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച വ്യക്തിയാണല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ മിക്കതും കച്ചവട സിനിമകളാണ്. താങ്കളുമായി അദ്ദേഹം സഹകരിക്കുന്നത് സ്കൂൾ ഓഫ് ഡ്രാമ സൗഹൃദത്തിൻ്റെ പുറത്താണോ?
അല്ല, വിന്ധ്യൻ താങ്കൾ പറഞ്ഞതുപോലെ വേറൊരു ലൈനിലാണ് സിനിമയിൽ പ്രവർത്തിക്കുന്നത്. ദൂരദർശനിൽ നിശാഗന്ധി എന്ന ഒരു അഭിമുഖ പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ ഒരിക്കൽ വിന്ധ്യൻ അതിഥിയായി. അഭിമുഖം ചെയ്യുന്നയാൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച കാര്യത്തെക്കുറിച്ചെല്ലാം ചോദിച്ച് കഴിഞ്ഞ ശേഷം അവിടെ നിന്നും പഠിച്ചിറങ്ങി സിനിമ ചെയ്യുന്ന ശ്യാമപ്രസാദിനെ പോലുള്ള സംവിധായകരെ താങ്കൾ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന് ചോദിച്ചു. വിന്ധ്യൻ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ അവനൊന്നും ഞാൻ ഒരിക്കലും സിനിമ കൊടുക്കില്ല എന്നാണ് മറുപടി പറഞ്ഞത്. സന്ദർഭവശാൽ ഞാൻ ആ അഭിമുഖം കണ്ടു. അപ്പോൾ തന്നെ ഞാൻ വിന്ധ്യനെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ നമ്പറൊന്നുമില്ല. മൊബൈൽ എടുത്ത വിന്ധ്യൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ വിന്ധ്യൻ ഒരിക്കലും സിനിമ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആളാണ് സംസാരിക്കുന്നത്. എടോ ശ്യാമേ, നീയോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളന്ന് കുറേ സംസാരിച്ചു. എൻ്റെ സിനിമയുടെ നിർമ്മാതാവാനുള്ള കാരണം പിന്നീട് വിന്ധ്യൻ എന്നോട് പറയുകയുണ്ടായി. ഞങ്ങളുടെ ആ സംഭാഷണത്തിനൊക്കെ ശേഷം കുറേ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വിന്ധ്യൻ TV കാണുകയാണ്. സൂര്യ TVയിൽ എൻ്റെ സിനിമ അകലെ പ്രദർശിപ്പിക്കുന്നു. എൻ്റെ സിനിമ ഒന്ന് കണ്ടു നോക്കാം എന്ന് കരുതി അദ്ദേഹം അകലെ കണ്ടു. വിന്ധ്യൻ അമ്മയോട് വല്ലാത്ത അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അകലെ കണ്ടപ്പോൾ അദ്ദേഹം അമ്മയെ ഓർത്ത് കുറെ കരഞ്ഞു. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയ വിന്ധ്യനെ അമ്മയാണ് വളർത്തി പ്രാപ്തനാക്കുന്നത്. എൻ്റെ സിനിമ അതുവരെ വിന്ധ്യൻ കണ്ടിട്ടില്ലായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചു. നീ ഇങ്ങനത്തെ ഒരുത്തനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആളുകൾ പറഞ്ഞു കേട്ട് നീ ജാഡ സിനിമയുടെ ആളാണെന്നാണ് കരുതിയത്. എടാ, എനിക്ക് നിന്നെ ഉടനെ കാണണം. നമുക്ക് എന്തെങ്കിലും ഉടനെ ചെയ്യണം. അതായിരുന്നു തുടക്കം. അപ്പോൾ ഞാൻ വിന്ധ്യനോട് ഒരേ കടലിനെ കുറിച്ച് പറഞ്ഞു. വിന്ധ്യൻ അത് ചെയ്യാമെന്ന് സമ്മതിച്ചു. വിന്ധ്യൻ തന്നെ മമ്മൂട്ടിയോടും മറ്റും സംസാരിക്കുന്നതിൽ മുൻകൈയെടുത്തു. ഒരേ കടൽ മനുഷ്യബന്ധങ്ങളിലെ മുൻവിധിയോടുകൂടി നിർവചിക്കാനാവാത്ത മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഹിതവും അവിഹിതവും ശരിയും തെറ്റും എന്താണെന്നുള്ള മുൻവിധി മുന്നിൽ വെക്കാതെ മനുഷ്യബന്ധങ്ങളെ നോക്കിക്കാണുകയാണ്. ഒരേ കടൽ മനുഷ്യന്റെ അവസ്ഥകളെ മുൻവിധികളില്ലാതെ സമീപിക്കുക തന്നെയായിരുന്നു. സാധാരണ സിനിമകളിൽ ശരിയും തെറ്റും, നല്ലയാളും ചീത്തയാളും, പാപത്തിന്റെ ബിംബവും പുണ്യത്തിന്റെ ബിംബവും ഒക്കെയുണ്ടാവും. അതിന്റെ വിധികൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ പ്രേക്ഷകന് മനസ്സിലാക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള മുൻവിധികളൊന്നും കൂടാതെയാണ് നോവൽ മുന്നോട്ടു പോകുന്നത്. സിനിമയും മറിച്ചല്ല. ഏത് മനുഷ്യന്റെ ഉള്ളിലും നായകനും വില്ലനുമുണ്ട്. അത്തരത്തിൽ മനുഷ്യജീവിതത്തെ നന്മതിന്മകളുടെ സങ്കലനമായി നോക്കി കാണാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അഗ്നിസാക്ഷി മാറ്റിവെച്ചാൽ ശ്യാമപ്രസാദിന്റെ ബാക്കി സിനിമകൾ പാശ്ചാത്യ സിനിമകളുടെ ആഖ്യാന രീതിയുമായി ചേർന്ന് നിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പാശ്ചാത്യകാല നാടകമായാലും സംഗീതമായാലും ചിത്രകലയായാലും ഒക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായും പാശ്ചാത്യ ഫിലിം മേക്കിംഗ് ശൈലികൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ബെർഗ്മാൻ തൊട്ട് ഇങ്ങോട്ടുള്ള യൂറോപ്യൻ ഫിലിം മേക്കേഴ്സ് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ അവതരണങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിൽ വ്യക്തത ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പ്രമേയത്തിന് അനുബന്ധമായി മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. അഗ്നിസാക്ഷി എന്നുള്ളത് തികച്ചും ഇന്ത്യനായിട്ടുള്ളൊരു ജീവിത രീതി, സംസ്കാരം, ഇവയൊക്കെ ബന്ധപ്പെടുത്തിയുള്ളൊരു കഥയാണ്. അതിനകത്ത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഘടകങ്ങളെല്ലാം ഇന്ത്യനായേ പറ്റൂ, അല്ലെങ്കിൽ കേരളീയമായേ പറ്റൂ. അതുകൊണ്ടാണ് എൻ്റെ മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ അത്തരത്തിലുള്ളൊരു കാഴ്ച ചാരുതയാണുള്ളതെന്ന് തോന്നിയിട്ടുണ്ടാവുക. മറ്റൊരു കാര്യം, ഒരു പരിധിവരെ കലാപരമായി ഞാൻ ഇന്ന് പുലർത്തുന്ന നിഷ്ഠ അഗ്നിസാക്ഷിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പാട്ടുകളുടെ അമിത ഉപയോഗം അഗ്നിസാക്ഷിയിലെ പോരായ്മയായി എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. പശ്ചാത്തല സംഗീതത്തിന്റെ ഉച്ചസ്ഥായിയിലുള്ള അവസ്ഥ ഇന്നായിരുന്നുവെങ്കിൽ ഉണ്ടാവുമായിരുന്നില്ല. അഗ്നിസാക്ഷിയിൽ കാലങ്ങളെ ചേർത്ത് കെട്ടുന്നതിൽ അന്നത്തെ എഡിറ്റിംഗ് പരിമിതികൾ സ്വാധീനിച്ചിരുന്നു. ഡിജിറ്റൽ എഡിറ്റിംഗിന്റെ ഈ കാലത്തായിരുന്നുവെങ്കിൽ ആ പരിമിതിയെ മറികടക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. അതൊക്കെ കൊണ്ടുകൂടിയാവാം ഇന്ത്യൻ സിനിമയുടെ നടപ്പുശീലങ്ങളെ അഗ്നിസാക്ഷി പിന്തുടർന്നു എന്ന തോന്നലുണ്ടാക്കുന്നത്. പിന്നെ കേരളീയത എന്നത് സിനിമ എന്ന കലാരൂപത്തിന്റെ പ്രധാനപ്പെട്ട ഒരളവുകോലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്നെ അലട്ടുന്ന ഒരു വിഷയമേ അല്ല. വള്ളുവനാടൻ കേരളീയതയെ മാറ്റി നിർത്താനാണ് ഞാൻ എന്നും ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് വേണ്ട ആ വരിക്കാശ്ശേരി മന. അപ്പോൾ ആരെയാണ് താങ്കൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത്? കേരളീയതയെ പൂർണ്ണമായും മാറ്റി നിർത്തി മുന്നോട്ടു പോകുവാനുള്ള അന്വേഷണമാണോ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഇന്നിൻ്റെ കേരളീയത പാശ്ചാത്യ ജീവിതവുമായി ചേർന്ന് കിടക്കുന്നത് തന്നെയാണ്. അതാണ് യാഥാർത്ഥ്യം. കേരളത്തിന്റെ സാമൂഹ്യമായ രാഷ്ട്രീയ വശങ്ങൾ പ്രകടമായും ഉപരിപ്ലവമായും ചിത്രീകരിക്കുന്നില്ല എന്ന് വെച്ച് കേരളീയത ഇല്ല എന്ന് അപ്പാടെ ആരോപിക്കാനാവുമോ? സിനിമാ സംവിധാനത്തിന്റെ കലാപരമായ ശൈലിയിൽ എന്നെ സ്വാധീനിച്ചത്
പാശ്ചാത്യ രീതി തന്നെയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അറിയാതെ ഞാൻ പിന്തുടരുന്ന സംവിധായകൻ ക്ലിസോവിസ്ലി ആണ്. അദ്ദേഹത്തിൻ്റെ റിയലിസ്റ്റിക്കും അതേസമയം കാവ്യാത്മകവും ധന്യാത്മകവുമായ ശൈലി എന്നെ ആകർഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ 3 കളേഴ്സ് ബ്ലൂ, ഡബിൾ ലൈഫ് ഓഫ് വെറോണിക്, ഡെക്ലോ സീരിയസ് ഒക്കെ ഏറെ ആകർഷിച്ചിട്ടുണ്ട്. എൻ്റെ സാംസ്കാരിക ബോധം കേരളത്തിൻ്റെ പരിസരത്ത് നിന്ന് ഉൾക്കൊള്ളേണ്ടവയെ സ്വാംശീകരിച്ച് ലോകത്തിൻ്റെ പൊതു സാംസ്കാരിക ധാരയോട് ചേർന്ന് നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പാശ്ചാത്യ സിനിമകൾ വൈവിധ്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അധിനിവേശം, സ്ത്രീ, പരിസ്ഥിതി, ദാരിദ്ര്യം തുടങ്ങിയ പല കാര്യങ്ങളും പാശ്ചാത്യ സംവിധായകൻ തങ്ങളുടെ സിനിമയിൽ വിഷയമാക്കുന്നു. പക്ഷേ താങ്കൾ തിരഞ്ഞെടുക്കുന്നത് കഥകളോ നോവലുകളോ നാടകങ്ങളോ ഒക്കെയാണ്. നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ കൂടി താങ്കളുടെ സിനിമകളിൽ ഉൾച്ചേർക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? എൻ്റെ സൃഷ്ടികളിൽ വൈവിധ്യമില്ല എന്ന് താങ്കൾ പറയുമോ? അഗ്നിസാക്ഷിയും ഒരേ കടലും ഋതുവും ഇംഗ്ലീഷുമൊക്കെ പൂർണ്ണമായും രാഷ്ട്രീയ ശൂന്യമാണെന്ന് താങ്കൾ പറയുമോ? ജാതിയെയും മതവൈരത്തെയും ഗ്ലോബലൈസേഷനെയും പരിസര മലിനീകരണത്തെയും കുറിച്ച് തുറന്നു പറയുന്നതിനെ മാത്രമാണോ താങ്കൾ സാമൂഹ്യ വിഷയമായി കാണുന്നത്? മറുവശത്ത് ഇതിനെയൊക്കെ ഒരു മുദ്രാവാക്യം പോലെ ചുമലിലേറ്റിയ 70കളിലെയും 80കളിലെയും ഒക്കെ പല സിനിമകളെയും ഇന്ന് ആരും ഓർക്കുന്നതുപോലുമില്ല. കാരണം വെറും കാലികമായ പ്രാധാന്യവും ഉപരിപ്ലവമായ വിശകലന രീതിയും അടഞ്ഞ ചിന്താഗതികളുമാണ് അവയെ എളുപ്പത്തിൽ മറികടക്കപ്പെടേണ്ടതാക്കിയത്. പക്ഷേ ഫെസ്റ്റിവലുകളിലും ചർച്ചാവേദികളിലും ഈ പൊളിറ്റിക്കൽ കറൻസി വലിയ കയ്യടി നേടാൻ സഹായിക്കും, പ്രത്യേകിച്ചും കേരളത്തിൽ. സിനിമ എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചുവരെഴുത്തല്ല, അത് കലാപരമായ ഒരു മീഡിയയാണ്. മറ്റൊരു മാധ്യമത്തിലൂടെ അതിനെ പറയാൻ സാധിക്കാത്ത മനുഷ്യൻ്റെ ആന്തരികവും ബാഹ്യവുമായ സംഘർഷങ്ങളുടെ വേദിയായിട്ടാണ് ഞാൻ സിനിമയെ ഇഷ്ടപ്പെടുന്നതും ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നതും. എന്തുകൊണ്ട് നിങ്ങൾ പരിസര മലിനീകരണത്തെക്കുറിച്ചൊരു സിനിമ എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചൊരു കഥാചിത്രം എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് മാത്രമാണ് എൻ്റെ മറുപടി. ഒരുപക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ഒരു പരസ്യചിത്രമോ ഡോക്യുമെൻ്ററിയോ ചെയ്തേക്കാം, അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു സമരത്തിൽ അണിചേർന്നേക്കാം. പക്ഷേ ഒരു കഥാചിത്രമായി അതിനെ സന്നിവേശിപ്പിക്കണമെങ്കിൽ ഈ സാമൂഹ്യ വിഷയ പ്രസക്തി മാത്രം പോരാ, വേറെ പലതും വേണം, അതിലും പ്രധാനമായി. പക്ഷേ കല്ലുകൊണ്ടൊരു പെണ്ണിൽ താങ്കൾ അങ്ങനെയൊരു രാഷ്ട്രീയം പറയുന്നുണ്ട്. അത് അതിൻ്റെ പരിമിതിയായിരുന്നു. ആ സിനിമയുടെ സാമൂഹ്യ വിമർശന നിരീക്ഷണങ്ങളൊക്കെ വളരെ ഉപരിപ്ലവമായിരുന്നു. അത്തരത്തിൽ പറഞ്ഞതായിരുന്നു എൻ്റെ കണ്ണിൽ ആ സിനിമയുടെ പോരായ്മ. ശില്പഭദ്രതയ്ക്ക് വേണ്ടി താങ്കൾ വിഷയങ്ങളെ കൈയൊഴിയുകയാണോ? ഒരിക്കലുമല്ല. ഞാൻ എന്നെ വേട്ടയാടുന്ന കഥകളാണ് എടുക്കുന്നത്, എൻ്റെ മനസ്സിൽ നീറ്റൽ പടർത്തുന്നവ. ആ നീറ്റൽ എന്നെ മാധ്യമത്തിൽ കൂടി ഏറ്റവും സംവേദനക്ഷമതയോടെ മറ്റുള്ളവർക്ക് പകരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സാമൂഹ്യപരമായ പ്രശ്നങ്ങൾ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മനുഷ്യൻ്റെ ആന്തരികമായ സംഘർഷങ്ങൾ. ആന്തരികമായ സംഘർഷങ്ങളെ കൂടുതൽ ആഴത്തിൽ നോക്കിക്കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു കഥാകൃത്ത് എങ്ങനെയാണോ തൻ്റെ കൃതിയിൽ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെയാണ് എനിക്ക് സിനിമ. എനിക്ക് ഉദാഹരിക്കാൻ തോന്നുന്നത് പ്രസിദ്ധ കഥാകൃത്ത് CV ശ്രീരാമനെയാണ്. അദ്ദേഹം വളരെ ആക്റ്റീവായ CPM പ്രവർത്തകനായിരുന്നു, അംഗമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഒരിക്കൽ പോലും പ്രകടമായ രീതിയിൽ രാഷ്ട്രീയ ആദർശമോ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളോ ഇല്ല. പക്ഷേ ആ കഥകൾക്കുള്ളിൽ സാന്ദ്രമായ മനുഷ്യത്വത്തിൻ്റെ ബോധമുണ്ട്. അതാണ് ഒരു സാഹിത്യകാരനും കലാകാരനും ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ പക്ഷം. ന്യൂ ജനറേഷൻ എന്നുള്ള പദത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് താങ്കൾ ഋതുവിലേക്ക് പോകുന്നത്. IT പ്രൊഫഷണലുകളായ പുതിയ തലമുറയുടെ ജീവിതത്തിലൂടെയാണ് ആ സിനിമ സഞ്ചരിക്കുന്നത്. ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനായിരുന്നോ അത്? യോജിക്കുന്നില്ല. ന്യൂ ജനറേഷൻ എന്നൊരു പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് നിരൂപകരും പത്രപ്രവർത്തകരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ആ സിനിമയിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്. അവരൊന്നും ന്യൂ ജനറേഷനല്ല. അവർക്കൊക്കെ ആ സിനിമയിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ ലോകം എല്ലാവർക്കും കൂടിയുള്ളതല്ലേ. ന്യൂ ജനറേഷൻ എന്നൊരു വിഭാഗത്തിനു വേണ്ടി സിനിമ എടുക്കണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. അതിനകത്തെ കേന്ദ്ര കഥാപാത്രങ്ങൾ IT ലോകത്ത് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് അവരുടെ കഥ പറയുന്നതിനുള്ള ഒരു ശൈലിയും ടോണുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ന്യൂ ജനറേഷനാണോ അല്ലയോ എന്നത് അന്നും ഇന്നും എന്നെ അലട്ടുന്നേയില്ല. ഋതു പറയുന്നത് രാഷ്ട്രീയമാണല്ലോ. ആഗോളവത്കരണ കാലത്ത് സമൂഹത്തിൽ മാറുന്ന പൊതുബോധം, മൂല്യങ്ങൾ തുടങ്ങിയവയൊക്കെ അതിലൂടെ പരാമർശിക്കപ്പെടുന്നില്ലേ? ഉണ്ട്. ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന കുറേ ചെറുപ്പക്കാർ താമസിക്കുന്ന ഫ്ലാറ്റിലാണ് ഞാനും താമസിക്കുന്നത്. അവരുടെ ജീവിത രീതി എനിക്ക് പുതുമയുള്ളതാണ്. അവരുടെ വരവും പോക്കും ചങ്ങാത്തങ്ങളും ഉല്ലാസവേളകളുമൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു.
ഒരു നാടിന്റെ മാറുന്ന സാമ്പത്തിക അവസ്ഥ, അത്തരത്തിലുള്ള സമൂഹത്തിൽ അധിവസിക്കുന്ന വ്യക്തികൾക്കിടയിലെ വ്യത്യസ്തമായ മൂല്യബോധം, ബന്ധങ്ങൾക്കകത്ത് ഉണ്ടാവുന്ന വേലിയേറ്റങ്ങളും ഇറക്കങ്ങളും. ഇതിൽ രാഷ്ട്രീയവുമുണ്ടെന്ന് പറയാം, പക്ഷേ അത് പച്ചയ്ക്ക് പറയുകയല്ല. മനുഷ്യന്റെ ആന്തരിക സംഘർഷങ്ങളെക്കുറിച്ചാണ് അതിലും ഊന്നൽ കൊടുത്തിട്ടുള്ളത്. മധ്യവർഗത്തിനും മുകളിലുള്ള സാമ്പത്തിക തലത്തിൽ ജീവിക്കുന്ന, ഒരേ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന 3 പേരുടെ മനസ്സുകളെ വേറിട്ട സഞ്ചാരം. ഋതുവിൽ താങ്കൾ കൈക്കൊണ്ട പുതുമ, വേറിട്ട നടത്തം ഇതിനെ പിൻപറ്റിയാവുമോ ഇന്നത്തെ ന്യൂ ജനറേഷൻ വന്നിട്ടുണ്ടാവുക? ഞാൻ പറഞ്ഞില്ലേ, ന്യൂ ജനറേഷൻ എന്ന ലേബലിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. തർക്കത്തിനു വേണ്ടി അങ്ങനെ ഒരു ലേബൽ ഉണ്ടെന്ന് സമ്മതിച്ചാൽ ആ ഗണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുന്ന ഓരോ ഫിലിം മേക്കേഴ്സും ഓരോ ടൈപ്പ് ഓഫ് ഫിലിംസാണ് ഉണ്ടാക്കുന്നത്. ആഷിഖ് അബുവിൻ്റെ സിനിമയുടെ സ്വഭാവമല്ല അൻവർ റഷീദിൻ്റേത്. സമീർ താഹിർ ഇവരിൽ നിന്ന് വ്യത്യസ്തനാണ്. പിന്നെ എന്തിനാണ് ഈ ലേബൽ? ബീപ് ബീപ് ശബ്ദങ്ങളില്ലാതെ തെറിവിളിക്കാനാണോ? അതോ അരാഷ്ട്രീയതയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ളതാണോ? അതൊന്നുമായി എനിക്ക് തോന്നിയിട്ടില്ല. നിരൂപകരുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയാവും ഈ ലേബൽ. ആർട്ട് സിനിമ, കൊമേഴ്സ്യൽ സിനിമ എന്നൊക്കെ വേർതിരിച്ചതുപോലെ ന്യൂ ജനറേഷൻ സിനിമ എന്നൊരു വകതിരിവുണ്ടാക്കിയാൽ സിനിമാ നിരൂപണം എഴുതാൻ എളുപ്പമുണ്ടല്ലോ. പിന്നെ ഈ ലേബലിനെ ഉപയോഗിക്കുന്ന ഭാവനാരഹിതരായ കുറെ സംവിധായകരുമുണ്ട്. ബർമുഡയും ധരിച്ച് കുറെ ഇംഗ്ലീഷ് തെറിവിളിയും പുതിയ ലൈഫ് സ്റ്റൈലിന്റെ ചില ബിംബങ്ങളും കാണിച്ചാൽ എന്തോ ആയി എന്ന് തെറ്റിദ്ധരിക്കുന്ന, അത് മഹത്താണെന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ. ന്യൂ ജനറേഷൻ എന്ന ലേബൽ കുറെ കള്ളനാണയങ്ങൾക്ക് ജന്മം നൽകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പണ്ട് ആർട്ട് സിനിമാ പ്രസ്ഥാനത്തിനും ഇതേ തരത്തിലുള്ള അപകടം പറ്റിയിട്ടുണ്ട്. അതിന് കുറെ ഫോർമുലകൾ ഉണ്ടാക്കി. സ്ലോ ആയിരിക്കണം, ലെങ്തി ഷോട്ടുകൾ ഉണ്ടായിരിക്കണം, ബാഹ്യമായ കുറെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കഴിവതും ചർച്ച ചെയ്യണം, എന്നാലേ ഗൗരവമുള്ള സിനിമയാവൂ. നിരൂപകരുടെ ശ്രദ്ധ വേണ്ടത്ര പിടിച്ചുപറ്റുമെന്നുള്ള ധാരണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വാർപ്പ് മാതൃകയിലുള്ള കുറെ കപട സിനിമകൾ ആർട്ട് സിനിമ എന്ന പേരിലുണ്ടായി. 70കളിലും 80കളിലുമൊക്കെ നല്ല സിനിമയുടെ ഗതിയെ നശിപ്പിച്ചത് ഇത്തരത്തിലുള്ള കപട സിനിമകളാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ഇന്ന് ന്യൂ ജനറേഷനും ഒരു ഫോർമുല ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ സ്വന്തമായി ഒന്നും കൊണ്ടുവരേണ്ടതില്ല, ഈ ഫോർമുലയെ പിന്തുടർന്നാൽ മതി. ഇലക്ട്ര, നയൻതാര, പ്രകാശ് രാജേഷ്, മനീഷ കൊയ്രാള തുടങ്ങിയവർ അഭിനയിച്ച സിനിമ. അവിടെ താങ്കൾ സ്വീകരിച്ചത് ഒരു ഗ്രീക്ക് മിത്തിനെയാണ്. ഇലക്ട്രയെ താങ്കൾ ആവിഷ്കരിച്ചപ്പോൾ എന്താണ് തോന്നിയത്? സോഫോക്ലിസ് മുതൽ നിരവധി തലമുറകളിലെ സാഹിത്യകാരന്മാരെ ആവേശം കൊള്ളിച്ച ഗ്രീക്ക് മിത്തിൽ നിന്നുള്ള ആവിഷ്കാരമാണ് ഇലക്ട്ര. പല സിനിമാ നാടക വ്യാഖ്യാനങ്ങളും അതിനുണ്ടായിട്ടുണ്ട്. ആ തീമിനെ പലരും പല രീതിയിലാണ് സമീപിച്ചത്. ഞാനതിനെ കേരളത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് പറിച്ചു നടുകയായിരുന്നു. കേരളത്തിലെ ഒരു പുരാതന ക്രിസ്ത്യൻ കുടുംബത്തിനകത്ത് ഈ കഥ നടക്കുന്ന എങ്ങനെയാവും എന്നാണ് ഞാൻ അന്വേഷിച്ചത്. കിരൺ പ്രഭാകർ എന്നൊരു എഴുത്തുകാരനും എന്നെ സഹായിച്ചു. വിന്ധ്യനാണ് നിർമ്മിച്ചത്. ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ നയൻതാരയ്ക്ക് വലിയ ഇഷ്ടമായി. അവർ അതുമായി സഹകരിക്കാൻ തയ്യാറായി. മനീഷ കൊയ്രാളയും പ്രകാശ് രാജുമൊക്കെ അതിൻ്റെ കഥയിൽ താല്പര്യമുള്ളതുകൊണ്ട് സഹകരിച്ചതാണ്. മികച്ച കലാകാരന്മാരെ വരെ ആകർഷിച്ചൊരു വിഷയം എന്തുകൊണ്ട് റിലീസിംഗ് നടത്താൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല? തീർത്തും സാമ്പത്തികമായ ചില ബാധ്യതകൾ കൊണ്ടാണ് അതിന് തടസ്സമുണ്ടായത്. ആ സിനിമയുടെ പേരിൽ വിന്ധ്യന് കുറെ ബാധ്യതകളുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ വിന്ധ്യൻ കരൾ രോഗബാധയെ തുടർന്ന് മരണപ്പെട്ടു. ആ ബാധ്യതകൾ തീർക്കാൻ പറ്റിയില്ല. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 മാസത്തിനുള്ളിൽ ഇലക്ട്ര റിലീസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സംവിധായകർ താരങ്ങളെ കൈകാര്യം ചെയ്യുന്ന പല രീതിയിലാണ്. തിരക്കഥ വായിക്കാൻ പോലും നൽകാത്ത സംവിധായകരുണ്ട്. എന്നാൽ ഷൂട്ടിങ്ങിന് വളരെ മുന്നേ വിശദമായ സ്ക്രിപ്റ്റ് റീഡിങ്ങും റിഹേഴ്സലും നൽകി താങ്കളെപ്പോലെ ചിത്രീകരണത്തെ സമീപിക്കുന്നവരുമുണ്ട്. താങ്കളുടെ സിനിമകളിൽ ഒന്നാംകിട താരങ്ങളെയാണ് കഥാപാത്രങ്ങളാക്കിയിരിക്കുന്നത്. അവരെ കൈകാര്യം ചെയ്യൽ ദുഷ്കരമായിരുന്നോ? എന്നെ സംബന്ധിച്ച് ചിത്രീകരണത്തിന്റെ സമയത്ത് താരങ്ങളെ താരസ്വത്വത്തിൽ ഞാൻ പരിഗണിക്കാറില്ല. അവിടെ കഥാപാത്രത്തിന്റെ തനിമയുമായി എത്ര ചേർന്ന് നിൽക്കുന്നു എന്നോ മാത്രമാണ് വിഷയം. ലക്ഷ്യം താരങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പരിഗണനയും കൊടുക്കാറില്ല. എത്ര വലിയ പരിചയസമ്പന്നനായ നടനായാലും ഓരോ കഥാപാത്രത്തിന്റെ മുന്നിലെത്തുമ്പോഴും അയാൾ 1 മുതൽ തുടങ്ങുക തന്നെ വേണം. ഒരു സംവിധായകന്റെ കാഴ്ചപ്പാടിനെയാണ് അയാൾ പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ താരങ്ങളെ ഡ്രൈവർമാർ അല്ലെങ്കിൽ കണക്കപ്പിള്ളമാർ തിരക്കഥകൾ തിരുത്തി എഴുതേണ്ട കാര്യമില്ലല്ലോ. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു സിനിമയുടെ യഥാർത്ഥ ഓതർ അതിന്റെ സംവിധായകൻ തന്നെയാണ്.
എൻ്റെ സംവിധായക സങ്കല്പം അതാണ് രീതി. പക്ഷെ മിക്കവാറും നമ്മുടെ സിനിമകളിൽ സംവിധായകർ എന്നത് ഒരു സൂപ്പർ കോർഡിനേറ്ററാണ്. അദ്ദേഹം നല്ല തിരക്കഥ സംഘടിപ്പിച്ചെടുക്കും, നല്ലൊരു ക്യാമറാമാനെ കൊണ്ടുവരും, നല്ല അഭിനേതാക്കളെ സംഘടിപ്പിക്കും. അത്തരത്തിലുള്ള സംഘാടനത്തിലൂടെയാണ് അയാൾ സിനിമയെ ഉണ്ടാക്കിയെടുക്കുന്നത്. താൻ അവതരിപ്പിക്കേണ്ട കഥാപാത്രത്തെക്കുറിച്ച് സംവിധായകന് തനതായ വ്യക്തമായ കാഴ്ചപ്പാടില്ല എന്ന സംശയം ജനിക്കുമ്പോഴാണ് പലപ്പോഴും നടന്മാർ സ്ക്രിപ്റ്റിൽ കൈകടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അരികെ എന്ന താങ്കളുടെ സിനിമയും ശ്യാമപ്രസാദ് എന്ന സംവിധായകന് സംതൃപ്തി പകർന്നു നൽകിയോ? തീർച്ചയായും. എനിക്കിഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്ന് തന്നെയാണ് അരികെ. നിർഭാഗ്യവശാൽ അത് വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടില്ല. ചിലപ്പോൾ പ്രേക്ഷകർ എന്നിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു ചേരുവ അല്ലായിരിക്കും അത്. പക്ഷേ അരികെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. എനിക്ക് സംതൃപ്തി നൽകിയ സിനിമ തന്നെയാണ് അരികെ. പക്ഷെ പൂർണ്ണ തൃപ്തി നൽകാത്ത ചില ഘടകങ്ങളും അതിലുണ്ട്. അതുകൊണ്ട് ഒരു പെർഫെക്റ്റ് സിനിമയാണ് അതെന്ന് ഞാൻ പറയുന്നില്ല. സുനിൽ ഗംഗോപാധ്യായയുടെ കഥയായിരുന്നു അരികയുടേത്. തിരക്കഥ ഒരുക്കിയത് ഞാൻ തന്നെയാണ്. അരികയിൽ ദിലീപാണ് നായകൻ. താങ്കൾ അദ്ദേഹത്തിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ദിലീപ് ഒരു നല്ല നടനാണോ? ദിലീപ് പ്രതിഭാശാലിയായ ഒരു നടൻ തന്നെയാണ് എൻ്റെ അഭിപ്രായം. ദിലീപ് അരികയിൽ അഭിനയിക്കും മുമ്പ് എന്നെ വിളിക്കാറുണ്ട്. നല്ല പ്രൊജക്റ്റ് വല്ലതുമുണ്ടെങ്കിൽ സഹകരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അരികയിലേക്ക് ദിലീപ് എത്തുന്ന അങ്ങനെയാണ്. ഒരു നടന്റെ കഴിവ് സ്വന്തം ജീവിതത്തിൽ കാണുന്നതിനെ ഒപ്പിയെടുത്ത് പുനഃസൃഷ്ടിക്കാനുള്ള കഴിവാണ്. ദിലീപാണ് മലയാള സിനിമയിൽ ആ കഴിവ് പ്രകടിപ്പിക്കുന്നതിൽ ഒന്നാമൻ. അതിന് മിമിക്രി എന്നല്ലേ പറയുക? നേരത്തെ പറഞ്ഞ അനുകരണം, പുനഃസൃഷ്ടി വളരെ ഉപരിപ്ലവമായ തലത്തിൽ മാത്രമാവുമ്പോൾ അത് മിമിക്രി മാത്രമായി മാറുന്നു. ദിലീപിന്റെ ഒരു പരിമിതിയും അതാണെന്ന് വേണമെങ്കിൽ പറയാം. മിക്ക സിനിമകളിലും ആ ഒരു തലത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. മനുഷ്യാവസ്ഥയെ വെറുതെ തൊലിപ്പുറത്തുള്ള ഭാവങ്ങളുടെ അനുകരണം എന്നതിനപ്പുറം ആന്തരികമായ വികാര വിക്ഷോഭങ്ങളെയും സംഘർഷങ്ങളെയും ഉൾക്കൊണ്ട് അതിനെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കണം. ദിലീപിന് തീർച്ചയായും അതിന് കഴിയുന്ന പ്രതിഭാവിലാസമുണ്ട്. ഒരു പ്രത്യേക ടൈപ്പ് അഭിനയത്തിന്റെ തടവിലാണ് മിക്കപ്പോഴും എന്ന് മാത്രം. മികച്ച മിമിക്രി കലാകാരൻ കൂടിയായ സുരാജ് വെഞ്ഞാറമ്മൂട് പേരറിയാത്തവർ എന്ന സിനിമയിൽ ഇത്തരത്തിലൊരു കഥാപാത്രത്തെ ആവിഷ്കരിച്ചിരുന്നു. അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ ദിലീപിന് സാധിച്ചില്ലെന്ന് തോന്നുന്നു. പേരറിയാത്തവർ ഞാൻ കണ്ടിട്ടില്ല. സൂരജിന്റെ അഭിനയവും കണ്ടിട്ടില്ല. സുരാജും മികച്ച നടൻ തന്നെ. അത് ഹ്യൂമർ ചെയ്യുന്നത് കൊണ്ടല്ല. കഥാപാത്രമാവുമ്പോൾ ദിലീപ് കാണിക്കുന്നത് കൊള്ളാമെന്ന് തോന്നരുത്. നടൻ ആവിഷ്കരിക്കുന്ന കഥാപാത്രം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അത്തരത്തിലുള്ളൊരു പരകായ പ്രവേശത്തിൽ മിമിക്രിയുടെ ബാഹ്യാവസ്ഥയെ മറികടക്കാൻ സാധിക്കും. അഭിനയത്തിന്റെ ഉന്നതമായ ഒരു സാത്വിക അവസ്ഥയിലേക്ക് മുന്നേറാൻ നടന് സാധിക്കണം. ആ ഒരവസ്ഥയിൽ ബാഹ്യ പ്രകടനങ്ങളൊന്നും കാണിച്ചില്ലെങ്കിലും പ്രേക്ഷകനിൽ കഥാപാത്രം ആഴത്തിൽ ഇറങ്ങിച്ചെല്ലും. പണ്ട് ഭരത് ഗോപിയും ഇപ്പോൾ ഫഹദ് ഫാസിലുമൊക്കെ അത്തരത്തിലുള്ളൊരു സ്വാത്വിക തലത്തിൽ അഭിനയത്തെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതെ, ചില വേഷങ്ങളിലെങ്കിലും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അത്തരത്തിലുള്ള തലത്തിൽ നിന്നിട്ടുണ്ട്. നസറുദ്ദീൻ ഷാ മികച്ചൊരു ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ മിക്ക വേഷങ്ങളിലും അത് സാധ്യമാവുന്നുണ്ട്. രണ്ടാം വരവിന്റെ തുടക്കം മുതലേ സാത്വിക അഭിനയ ക്വാളിറ്റിയുള്ള കലാകാരനാണ് ഫഹദ് ഫാസിൽ. അദ്ദേഹത്തിന്റെ കണ്ണിൽ അത് കാണാം. ദേഹം കൊണ്ട് അയാൾ ഒന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും. ദിലീപിന് അത്ര ഉയർന്ന തലത്തിൽ എത്താൻ സാധിക്കുന്നുണ്ടാവില്ല, അല്ലേ? അതിലേക്ക് ആ നടനെ എത്തിക്കുന്ന റോളുകൾ കിട്ടാത്തതിനാലായിരിക്കും. ദിലീപിന് നിരീക്ഷണ പാഠവുമുണ്ട്. പക്ഷെ അതിനെ സ്വാത്വിക ഭാവത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്നില്ല. ഒരു കലാകാരന്റെ പരകായ പ്രവേശത്തിന്റെ പരിമിതിയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അരികയിലെ കഥാപാത്രവുമായി ഒരു സമഭാവം ഉണ്ടായിരുന്ന അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് അരികയുടെ ഒരു പരിമിതി തന്നെയാണ്. ദിലീപ് അല്ലായിരുന്നുവെങ്കിൽ അരികെ ഒരു ക്ലാസിക് സിനിമയുടെ തലത്തിലേക്ക് ഉയരുമായിരുന്നു എന്ന് പിന്നീടുള്ള കാഴ്ചകളിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യം മാത്രം എടുത്തു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദിലീപ് ആയതുകൊണ്ടുള്ള ചില ഗുണങ്ങളും അതിൽ വന്നിട്ടുണ്ട്. പൂർണ്ണമായും ദിലീപിനെ നിഷേധിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അരികെ എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ മമത മോഹൻദാസ്, സമൃദ്ധ സുനിൽ എന്നിവരുടെ അഭിനയത്തെ പരാമർശിക്കാതെ പോകാൻ താങ്കൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ശരിയാണ്, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് എന്ന് തന്നെ പറയണം. ഇവർ ഏറ്റവും സ്വാഭാവികമായ അഭിനയരീതി അരികയിൽ പ്രകടിപ്പിച്ചു. ഇംഗ്ലീഷ് പൂർണ്ണമായും വിദേശത്ത് ചിത്രീകരിച്ച ശ്യാമപ്രസാദ് സിനിമ പക്ഷേ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയെന്ന് തോന്നുന്നു. എന്തായിരുന്നു അതിൻ്റെ അനുഭവങ്ങൾ?
ലണ്ടനിൽ വെച്ചാണ് ഇംഗ്ലീഷ് ചിത്രീകരിച്ചത്. ഒരു സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ സിനിമയുടെ ആഭ്യന്തര പ്രത്യേകതകൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാം. ഈ സിനിമ ചിത്രീകരിച്ചത് വിദേശത്തായതുകൊണ്ട് അവിടെയുള്ള രീതികളെ മലയാളി പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാരണങ്ങൾക്കുപരിയായി പലപ്പോഴും സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുന്ന ശൃംഖലയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. സംവിധായകൻ കഴിഞ്ഞാൽ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും എക്ലിബിറ്ററും ഒക്കെ ചേർന്ന് ഏറ്റെടുക്കുന്ന ഒരു കൂട്ടുത്തരവാദിത്തമുണ്ട്. അത് പലപ്പോഴും നിറവേറ്റപ്പെടാറില്ല. ഇംഗ്ലീഷിന് അതാണ് സംഭവിച്ചെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇംഗ്ലീഷ് ജയസൂര്യയാണ് നായകൻ. താങ്കളുടെ സിനിമകൾ ബദൽ സിനിമകളാണെന്ന് പറയുമ്പോഴും കമേഴ്സ്യൽ വൽക്കരണത്തിനുള്ള പരിശ്രമങ്ങൾ അവയിലെല്ലാം ഉണ്ട്. താരങ്ങളെ നിർണ്ണയിക്കുന്നത് പോലും ഒരു പരിധിവരെ അതിനുവേണ്ടിയാണെന്ന് തോന്നുന്നു. തീർച്ചയായും ഞാൻ സിനിമകൾ ചെയ്യുന്ന ഏറ്റവും അധികം പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരാൻ തന്നെയാണ്. എൻ്റെ സഹൃദയ സമൂഹത്തെ വിപുലമാക്കാൻ തന്നെയാണ് ഓരോ പ്രാവശ്യവും ശ്രമിക്കുന്നത്. പക്ഷേ അത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ടല്ല എന്ന വ്യത്യാസമേ ഉള്ളൂ. മാർക്കറ്റിൻ്റെ റിയാലിറ്റിയെ നമ്മൾ കാണുക തന്നെ വേണം. ഒരു സാഹിത്യകാരൻ കഥ എഴുതി ആനുകാലികത്തിന് അയച്ചു കൊടുക്കുന്നത് പോലെ അല്ല ഫിലിം മേക്കിംഗ്. അതിൻ്റെ മാർക്കറ്റിംഗ് പരമപ്രധാനമായുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ജയസൂര്യയും ഒന്നാന്തരം നടനാണ്. അയാളെ മാറ്റി നിർത്തുന്നതിൻ്റെ ആവശ്യം എന്താണ്? പക്ഷേ കൊമേഴ്സ്യൽ സിനിമയുടെ വക്താക്കൾ ശ്യാമപ്രസാദിന് മുന്നിൽ വാതിൽ തുറക്കുന്നില്ല. വേണ്ട, അതിനും പറ്റി ഞാൻ ആകുലനല്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വക്താവായിക്കൊണ്ട് എനിക്ക് സന്തോഷം തരാത്ത, അഭിമാനം തോന്നാത്ത സിനിമകൾ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഞാൻ എനിക്കിഷ്ടമുള്ള സിനിമ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. താരങ്ങളുടെ സാന്നിധ്യം കൊണ്ടൊരു സിനിമ തിയേറ്ററിൽ സ്വീകാര്യമാവുമെങ്കിൽ ഞാൻ ആ സാധ്യത പൂർണ്ണമായും ഉപയോഗിക്കും. സംഗീതവും ക്യാമറയുടെ സാധ്യതകളും ഒക്കെ ഉപയോഗിച്ച് സിനിമയുടെ ശക്തി, സംവേദനക്ഷമത ബോധ്യപ്പെടുത്തുന്ന സിനിമകൾ തന്നെയാവും ഞാൻ എടുക്കുക. ഭൗതിക തലത്തിൽ മാത്രം നിലനിൽക്കുന്ന ആനുകാലിക രാഷ്ട്രീയ സാമൂഹ്യ കറൻസി കൈകാര്യം ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. കമേഴ്സ്യൽ സിനിമയിൽ നിന്ന് താങ്കളുടെ സിനിമകൾ എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? മനുഷ്യനെയും ജീവിതത്തെയും മനസ്സിലാക്കുന്നതിൽ, അവതരിപ്പിക്കുന്നതിലുള്ള വ്യത്യാസം തന്നേ ഉള്ളൂ. രണ്ട് രീതിയിൽ ആവുന്നിടത്താണ് അത്തരം കൊമേഴ്സ്യൽ സിനിമയിൽ നിന്ന് എൻ്റെ സിനിമ വഴിപിരിഞ്ഞു പോകുന്നത്. മനുഷ്യജീവിതത്തെയും മനുഷ്യരെ തന്നെയും നന്മ, തിന്മ, തെറ്റുകൾ, ശരികൾ, ഹീറോ, വില്ലൻ തുടങ്ങിയുള്ള വേർതിരിക്കൽ എനിക്ക് കലാവിരുദ്ധമായാണ് തോന്നുന്നത്. ബാലിശമാണത്. രാക്ഷസന്മാരെയും പുണ്യാത്മാക്കളെയും മാത്രം ചിത്രീകരിക്കുന്ന കുട്ടിക്കഥകൾ പോലെ. പാട്ടുകളെയും താരങ്ങളെയും ഉപയോഗിക്കുന്നത് കൊണ്ട് എൻ്റെ സിനിമ കൊമേഴ്സ്യലായി മാറ്റുന്നില്ല. കൊമേഴ്സ്യൽ സിനിമകളിൽ വ്യക്തികളെ നായകന്മാരും വില്ലന്മാരും മാത്രമായേ കാണാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. ഏത് നായകൻ്റെ അകത്തും ഒരു പ്രതിനായകനുണ്ട്. പ്രതിനായകന്മാരുടെ ഉള്ളിൽ ഒരു നായകനുമുണ്ട്. അതാണ് യഥാർത്ഥ മനുഷ്യാവസ്ഥ. ജീവിതത്തെ, സമൂഹത്തെ നോക്കിക്കാണുന്നതിൽ എന്തൊരു ലാഘവത്വമാണ് മലയാള സിനിമ പുലർത്തുന്നത്. എന്തുകൊണ്ട് ഇതിൽ മാറ്റം വരുത്തുന്നില്ല? ജനകീയ കലകൾ ഇത്തരത്തിലുള്ള അതിലളിതവൽക്കരണത്തെയാണ് ഉദ്ഘോഷിക്കുന്നത്. സങ്കീർണ തലത്തിലേക്ക് ആഴ്ന്നിറങ്ങണമെങ്കിൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് തയ്യാറായാൽ വിപുലമായ ജനപ്രീതി നഷ്ടപ്പെട്ടേക്കാം. ന്യൂ ജനറേഷൻ എന്ന് വിളിക്കപ്പെടുന്നവർ പോലും അത്തരത്തിലുള്ള നോക്കിക്കാണലിന് തയ്യാറാവുന്നില്ല. ഇവർക്ക് അവസാനം ഇടിച്ചിടാൻ ഒരു വില്ലൻ വേണം, ഇടിക്കാൻ ഒരു നായകനും വേണം. ഓവർകോട്ടിട്ട ഗ്യാങ്സ്റ്ററും ഡ്രഗ് മാഫിയ ഡോൺ ആയ വില്ലനും ഇന്നും നമ്മുടെ സിനിമയിൽ ആവശ്യമാണെന്ന് ന്യൂ ജനറേഷൻ സംവിധായകർ വിചാരിക്കുന്നുവെങ്കിൽ കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ? പുറംമോടിയിൽ മാത്രമേ പുതുമയുള്ളൂ. അതിനപ്പുറത്തേക്ക് നടക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കുന്നില്ല. മനുഷ്യനെ, ജീവിതത്തെ ആഴത്തിൽ നോക്കിക്കാണാൻ ഇവർക്ക് സാധിക്കുന്നേയില്ല. അങ്ങനെ കാണുമ്പോഴാണ്, അതിനെ പങ്കുവെക്കുമ്പോഴാണ് കലയ്ക്ക് പ്രസക്തി ഉണ്ടാവുന്നത്. അപ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ന്യൂ ആവുന്നത്. ഇത്തരത്തിലുള്ള കൊമേഴ്സ്യൽ സിനിമയാണ് താങ്കൾ ഒരേ കടലിൽ നായകനാക്കിയ മമ്മൂട്ടി ഏറെയും പ്രതിനിധീകരിക്കുന്നത്. ഒരേ കടലിലെ ഡോക്ടർ നാഥനാവുമ്പോൾ മമ്മൂട്ടി വല്ല അസ്വാരസ്യവും പ്രകടിപ്പിച്ചോ? ഒരേ കടലിന്റെ ചിത്രീകരണത്തിന് മുൻപ് നടന്ന ഡിസ്കഷൻ സമയത്ത് മമ്മൂട്ടി ഒരു ആശങ്ക പങ്കുവച്ചു. ഈ കഥാപാത്രം നെഗറ്റീവ് അല്ലേ എന്ന്. ഡിസ്കഷൻ സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ആ ചോദ്യം പലപ്പോഴും ഉയർന്നു. അതിനെ ന്യായീകരിച്ച് ബോധ്യപ്പെടുത്താനായിരുന്നു ഞാൻ ശ്രമിച്ചത്. അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ കൊമേഴ്സ്യൽ സിനിമ ഒരു തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന അവബോധമാണ്. കൊമേഴ്സ്യൽ സിനിമയിൽ മാത്രമേ ധീരോദാത്തനും അതിപ്രതാപ ഗുണവാനുമായ നായകനും എല്ലാ ദുഷ്ടതകളുടെയും വിളനിലമായ പ്രതിനായകനും ഉള്ളൂ. ജീവിതത്തിൽ അതില്ല. ഒരേ കടലിലെ കഥ പറയുമ്പോൾ മീര ജാസ്മിൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ഭർത്താവായി വരുന്ന നരേൻ മീരയെ ദേഹോപദ്രവം ചെയ്യുന്ന തികഞ്ഞ മദ്യപാനിയും ഒക്കെ ആയിരുന്നുവെങ്കിൽ മമ്മൂട്ടിയുടെ കഥാപാത്രവും മീരയുടെ കഥാപാത്രവും തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ സാധ്യത വന്നേനെ.
ലളിതവത്കരിച്ച് കാണുന്നവർക്ക് ആശ്വാസവുമായേനെ. പക്ഷേ അയാൾ അങ്ങനെയല്ല. ഒരു സാധാരണ ഭർത്താവാണ്. അത് സിനിമയിലേക്ക് വരുമ്പോൾ കറുപ്പും വെളുപ്പും കള്ളിയിലാക്കി ജീവിത സംഘർഷങ്ങളെ അതിലളിതവത്കരിക്കലല്ല വേണ്ടത്. ആർട്ടിസ്റ്റിലൂടെ സിനിമയുടെ മനുഷ്യാവസ്ഥയുടെ വേറൊരു തലത്തിലേക്കാണ് താങ്കൾ സഞ്ചരിക്കുന്നത്. അന്തർസംഘർഷങ്ങളുടെ നിറക്കൂട്ടുകൾ മനോഹരമായി അവതരിപ്പിക്കുന്ന സിനിമ. ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആർട്ടിസ്റ്റ് പാരിതോഷ് ഉത്തം എന്ന നോവലിസ്റ്റിന്റെ ഡ്രീംസ് ഇൻ പ്രൊഫഷ്യൽ ബ്ലൂ എന്ന നോവലിനെ ആധാരമാക്കിയുള്ളതാണ്. ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ വളരെ സാന്ദർഭികമായാണ് ഞാൻ ആ നോവൽ വായിക്കുന്നത്. അതിൽ നിന്നാണ് ഞാൻ തിരക്കഥ ഉണ്ടാക്കുന്നത്. ആ സിനിമയിൽ ആരെയും വെള്ളപൂശാനോ കരിപുരട്ടാനോ ശ്രമിച്ചിട്ടില്ല. കഥാപാത്രങ്ങൾക്ക് അവരുടേതായ പരാജയവും ദൗർബല്യവും ഉണ്ട്. ജീവിതത്തിൽ എവിടെയൊക്കെയോ അവർ വിജയിക്കുന്നുമുണ്ട്. കുറച്ചുകൂടി ശക്തമായ എൻ്റെ കലയെ ഉയർത്തിവെക്കാനാണ് ഞാൻ ആർട്ടിസ്റ്റിലൂടെ ശ്രമിച്ചത്. താങ്കൾ പറയുന്നു സിനിമയിൽ കൊമേഴ്സ്യൽ ആർട്ട് തുടങ്ങിയ വകഭേദങ്ങളില്ല, അതിൻ്റെ ആവശ്യകതയില്ല എന്ന്. പക്ഷേ ഇവിടെ നല്ല സിനിമകൾക്ക് തിയേറ്റർ ലഭിച്ചില്ല. ചലച്ചിത്ര അക്കാദമിയുടെ തണൽ പോലും കൊമേഴ്സ്യൽ സിനിമയിലെ അതികായകന്മാർ സ്വന്തമാക്കിയിരിക്കുന്നു. ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച വ്യക്തി തൻ്റെ സിനിമ നാടുനീളം നടന്ന് പ്രദർശിപ്പിക്കുന്നുവെന്ന് പറയുന്നു. കൊമേഴ്സ്യൽ സിനിമയുടെ അതീശത്വത്തിൽ തന്നെയല്ലേ ഇന്നും മലയാള സിനിമ ഉള്ളത്? അവർ വരച്ചിരിക്കുന്ന ലക്ഷ്മണരേഖ ലംഘിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? താങ്കൾക്കും ഇത് ബാധകമാണ്. താങ്കളുടെ സിനിമകളെയും അത് ബാധിക്കുന്നുണ്ട്, അങ്ങനെയല്ലേ? താൽക്കാലികമായ അവസ്ഥയാണിതെന്നാണ് എൻ്റെ പക്ഷം. മലയാള സിനിമയിൽ സാങ്കേതികമായ രീതിയിലെല്ലാം ഏറെ മാറ്റങ്ങളുണ്ടായിട്ടും വിതരണ പ്രദർശന മേഖലകളിൽ വലിയ മാറ്റങ്ങളൊന്നും കടന്നു വന്നിട്ടില്ല. പഴഞ്ചൻ സമ്പ്രദായങ്ങൾ അവിടെ തളം കെട്ടി നിൽക്കുക തന്നെയാണ്. ബോളിവുഡിലും മറ്റും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബദൽ സിനിമകൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസുകൾ വരെ അവിടെയുണ്ട്. അത്തരത്തിലുള്ള പരമ്പരാഗത സമ്പ്രദായങ്ങൾ മാറുമ്പോൾ തീർച്ചയായും താരാധിപത്യവും മാറില്ലേ? അതും മാറേണ്ട ഒരു ഘടകം തന്നെയല്ലേ? താരങ്ങൾ പ്രേക്ഷകരെ ആകർഷിക്കുന്നു എന്നതിൽ സംശയമൊന്നുമില്ല. ലഞ്ച് ബോക്സ് പോലുള്ള ചെറിയ ഫിലിമിൽ പോലും ഇർഫാൻ ഖാനെ പോലെ താരത്തിന്റെ സ്വാധീനമുണ്ട്. താരത്തിന്റെ പേരിലാണ് സിനിമ തുടക്കത്തിൽ അറിയപ്പെടുക. മമ്മൂട്ടിയുടെ സിനിമ എന്നാണ് ഒരേ കടൽ അറിയപ്പെടുന്നത്. വാനപ്രസ്ഥം എന്ന മോഹൻലാലിന്റെ സിനിമയായാണ് അറിയപ്പെടുന്നത്.